2026 ആരംഭിക്കുമ്പോൾ നല്ല നയനമനോഹരമായ ഒരു കാഴ്ച കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം. നമ്മുടെ നാടിൻ്റെ ഐക്യവും സ്നേഹവും നശിച്ചിട്ടില്ല എന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്ന മനോഹരമായ ഒരു കാഴ്ച. അയ്യപ്പ ഭക്തന്മാർ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് വഴിയരികിൽ ഒരു വൃദ്ധനായ ഒരു മുസ്ലിമായ ഒരു സഹോദരൻ, അദ്ദേഹം അവരോട് ചെയ്ത മനോഹരമായ ഒരു പ്രവർത്തനം നമുക്കൊന്ന് കാണാം. തമിഴ്നാട്ടിൽ നിന്നുള്ള മനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ആ മനുഷ്യൻ വെള്ളം കൊടുത്തതിന് ശേഷം ആ സഹോദരൻ്റെ ദേഹത്തിങ്ങനെ തട്ടുന്നുണ്ട്. ആ തട്ടലിൽ എല്ലാ അർത്ഥങ്ങളുമുണ്ട്. സാഹോദര്യം, മാനവികത, മനുഷ്യത്വം, മതസൗഹാർദ്ദം എല്ലാം അതിലുണ്ട്. മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുന്ന, ഹൃദയങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന സുന്ദരമായ ഒരു കാഴ്ച. നമുക്കതൊരു വെറും വെള്ളം കൊടുക്കൽ മാത്രമല്ല, മറിച്ച് നൂറ്റാണ്ടുകളായി നമ്മുടെ നാട് കാത്തുസൂക്ഷിക്കുന്ന പൈതൃകത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ഒരു കാഴ്ച കൂടിയാണ്. നോക്കൂ, ഇസ്ലാം എന്ന് പറയുന്നത് കാരുണ്യത്തിൻ്റെ മതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. നോക്കൂ, അയൽവാസി എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. ആ അയൽവാസി ചിലപ്പോൾ ഒരു ഹിന്ദുവായിരിക്കാം, ഒരു ക്രൈസ്തവനായിരിക്കാം, ചിലപ്പോൾ മതമില്ലാത്ത ഏതെങ്കിലും ഒരു യുക്തിവാദിയോ നിരീശ്വരവാദിയോ ആയിരിക്കാം. അത്തരത്തിൽ മതം നോക്കാതെ മനുഷ്യനെ സഹായിക്കണമെന്ന് പഠിപ്പിക്കുന്ന കാരുണ്യത്തിൻ്റെ മതമാണ് ദീനുൽ ഇസ്ലാം. ഏതു മതത്തിൽപ്പെട്ടവനായിരുന്നാലും ആ മനുഷ്യനെ സഹായിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. നോക്കി, ഇവിടെ വൃദ്ധനായ മനുഷ്യൻ ആ ചെറുപ്പക്കാരനെ സഹായിച്ചത് ആ മനുഷ്യൻ്റെ മതം നോക്കിയല്ല, നേരെ മറിച്ച് ദാഹിച്ചു വരുന്ന ഒരു മനുഷ്യൻ്റെ ദാഹമകറ്റുക എന്നുള്ള ആ മനോഹരമായ ഒരു കർത്തവ്യം ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്കറിയാം, ദാഹിച്ചു വലഞ്ഞ ഒരു നായയ്ക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗത്തിൽ പോയ ഒരു സ്ത്രീയുടെ ചരിത്രം നിബിധങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ നായയുടെ ദാഹമകറ്റിയ ആ സ്ത്രീക്ക് അല്ലാഹു സ്വർഗം കൊടുത്തുവെങ്കിൽ, ദാഹിച്ചു വലഞ്ഞടക്കുന്ന ഈ ഹൈന്ദവ സഹോദരങ്ങൾക്ക് വെള്ളം കൊടുത്ത ആ വൃദ്ധനായ മനുഷ്യന് അള്ളാഹു പ്രതിഫലം കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നമ്മുടെ കേരളത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മസ്ജിദിൽ നിന്നും ബാങ്ക് വിളി ഉയരുമ്പോൾ തൊട്ടടുത്ത ക്ഷേത്രത്തിലെ മണിനാഥവുമായി ഇഴചേർന്ന് നിൽക്കാറുണ്ട്. ശബരിമല തീർത്ഥാടനത്തിന് പോകുമ്പോഴും മനോഹരമായ ഒരു പ്രത്യേകതയുണ്ട്. വാവരസ്വാമിയെ കാണാതെ അത് പൂർത്തിയാകില്ല എന്നുള്ളത്. ഈ ഐക്യം തകർക്കാൻ പല ശക്തികളും ശ്രമിച്ചേക്കാം. എന്നാൽ ആ മനുഷ്യന്റെ കൈകളിൽ നിന്നും വെള്ളം വാങ്ങി കുടിക്കുന്ന അയ്യപ്പന്മാരും അത് സന്തോഷത്തോടു കൂടി നൽകുന്ന മുസ്ലിം ഉപ്പയും കാണിച്ചു തരുന്നത് ഈ മണ്ണിലെ സ്നേഹത്തിന്റെ ആഴം കൂടുതലാണ് എന്നുള്ളതാണ്. നമുക്ക് ചുറ്റും വിദ്വേഷത്തിന്റെ വാക്കുകൾ പ്രചരിക്കുന്ന ഒരു കാലമാണ്. മതത്തിന്റെ പേരിൽ മനുഷ്യർ തമ്മിൽ പരസ്പരം തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരമൊരു കാലഘട്ടത്തിൽ, അത്തരമൊരു സാഹചര്യത്തിൽ ഈ ദൃശ്യം അത്തരം ആളുകൾക്ക് നൽകുന്നത് കനത്ത മറുപടിയാണ്. ഇവിടെ നിങ്ങൾ എന്തെല്ലാം വർഗീയ വിത്തുകൾ പാകിയാലും അതെല്ലാം ഞങ്ങൾ ഇല്ലാതാക്കി കളയുമെന്നുള്ള മനോഹരമായ മറുപടി.